നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ എന്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ ഇനി മുന്നോട്ട് പോകൂ. നിങ്ങൾ എങ്ങനെ വേണേ പൊക്കോ, പക്ഷേ ഇപ്പൊ എന്റെ കൂടെ അവിടെ വരെ ഒന്ന് വന്നേ പറ്റൂ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞാ പറ്റില്ല, വന്നേ പറ്റൂ. വാ. കൈവിട്ടെ, വിടാൻ. ദേ, എതിർക്കാൻ നിക്കണ്ട. ഞാൻ ഇവിടുന്ന് ഇപ്പോ തനിച്ചു പുറത്തേക്ക് പോയാ പിന്നെ വിളിക്കാൻ വരുന്ന അച്ഛനായിരിക്കും. മര്യാദയ്ക്ക് വരാനാ പറഞ്ഞു. വാ നന്ദേട്ടാ, വാ വാ. നന്ദ, നീയും അവന്തിയെയും കൂടെ ഈ പൂജയിൽ പങ്കെടുക്കണം. അതെന്തിനാ ഞാൻ പങ്കെടുക്കുന്നത്? സച്ചിക്ക് അർച്ചനയ്ക്കും വേണ്ടിയല്ലേ പൂജ നടത്തുന്നത്. അവരല്ലേ ക്ഷേത്രത്തിൽ നേർച്ചയും വഴിപാടും കഴിക്കാൻ പോകുന്നത്. അവര് മാത്രമല്ല പോകുന്നത്, നമ്മള് രണ്ടും കൂടെ പോകുന്നുണ്ട്. നമ്മളോ? ഞാനൊരു പൂജയ്ക്കും വഴിപാടിനും എങ്ങോട്ടും വരുന്നില്ല. എന്നെ ആരും ഇതിൽ പ്രതീക്ഷിക്കുകയും വേണ്ട. അത് പറ്റില്ല, നീയും ഇവരുടെ കൂടെ പോയേ പറ്റൂ. പൂജയ്ക്ക് സമയമായി, രണ്ടുപേരും ഇങ്ങോട്ടിരിക്കൂ. നീയും അങ്ങോട്ടിരിക്കേ. ആദ്യം പൂജ നടക്കട്ടെ, ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാം. ഇരിക്കേ. വാ നന്ദേട്ടാ. രണ്ടുപേരും മനസ്സിൽ നല്ലതുപോലെ സൽസന്താനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിക്കേ. അർച്ചനെ, നീ ആ മല കയറി വഴിപാട് നടത്തി അനുഗ്രഹം വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നേക്കാൾ മുമ്പേ ഞാൻ അവിടെ എത്തും, ആ പൂജയിൽ പങ്കെടുക്കും. നിനക്ക് പകരം ആ അനുഗ്രഹം ഞാൻ നേടും. എന്ത് വില കൊടുത്തും നീ അവിടെ എത്തുന്നത് ഞാൻ തടഞ്ഞിരിക്കും. ദൈവമേ, അച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നിരുന്നത്. അല്ലാതെ ഇവളുടെ കൂടെ മല കയറാനുള്ള ഒരു ഉദ്ദേശവും എനിക്കില്ല. എന്നോട് ക്ഷമിക്കണേ. നമ്മൾ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചാലും എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയാലും നിയോഗമുള്ളവർക്ക് മാത്രമേ ആ പൂജയിൽ പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിക്കൂ. രണ്ടുപേരും മഹാദേവനെയും പാർവതീദേവിയെയും മനസ്സിൽ ധ്യാനിച്ച് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.